2 വർഷത്തിലേറെയായി മണിപ്പൂരിൽ നിലനിൽക്കുന്ന വംശീയ കലാപം ഇതുവരെയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല എന്ന സങ്കടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മെയ്തി കുക്കി രണ്ട് വംശീയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടുത്തെ അടിസ്ഥാനപരമായ സംഘർഷത്തിന് കാരണം. ഇതിനോടകം തന്നെ ഏതാണ്ട് 260 പേർ ഈ സംഘർഷത്തിൽപ്പെട്ട ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഏതാണ്ട് 26,000 ആളുകൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിസ്സഹായരായി കഴിയുന്നു എന്നാണ് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട്. ഇത്രയും ഗുരുതരമായിട്ടുള്ള 2 വർഷത്തോളം നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടും ആ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥ. മണിപ്പൂർ ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന ചോദ്യം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിലിടപെട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിന് അടിയന്തിരമായി പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഉത്തരവാദപ്പെട്ട മന്ത്രിസഭയുടേതാണ് എന്ന് എല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല പൊതുസമൂഹവും മാധ്യമങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും നാളിതുവരെ പ്രധാനമന്ത്രി അതിന് തയ്യാറായിട്ടില്ല. ഏതാണ്ട് അദ്ദേഹത്തിന്റെ 11ാമത് വർഷം അധികാരത്തിൽ പ്രധാനമന്ത്രിയായി പൂർത്തീകരിച്ചിട്ട് പോലും ഈ വിഷയം ഉണ്ടായതിനു ശേഷം മണിപ്പൂരിൽ അദ്ദേഹം സന്ദർശിക്കാനായി ഒരു ശ്രമം നടത്തിയിട്ടില്ല. അദ്ദേഹം വിമാനത്തിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് സഞ്ചരിച്ച് 84 രാജ്യങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. അതിനുവേണ്ടി ചെലവഴിച്ച സമയവും പണവും ഒന്നും എത്രയാണെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത അളവിലുള്ളതാണെങ്കിൽ ആണ് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. അവിടെയാണ് ഈ വൈരുദ്ധ്യം. തൊട്ടടുത്ത സംസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഒരു സംസ്ഥാനത്ത് 260ഓളം പൗരന്മാർ നിഷ്ഠൂരമായി കൊല്ലപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് പോകാൻ അദ്ദേഹം ഇതുവരെ മനസ്സ് വെച്ചിട്ടില്ല എന്നത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം ഈ മാസം 13ാം തീയതി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ മണിപ്പൂരിൽ ഇത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നേരിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹം മണിപ്പൂരിൽ സന്ദർശിക്കുന്നതിന് മാത്രമായിട്ടല്ല, അദ്ദേഹം മിസോറാമിൽ ഏതാണ്ട് 51 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു പുതിയ റെയിൽപാത ഉദ്ഘാടനം ചെയ്യുന്നതിന് പോകുന്നതിനുള്ള ഒരുക്കത്തിനിടയിലാണ് മിസോറാം സന്ദർശനത്തിന് ശേഷം മണിപ്പൂരും സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നത്. മണിപ്പൂരിൽ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായി രാഷ്ട്രപതി ഭരണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭ, ബിരേൻ സിംഗ് നയിച്ചതായ ഒരു മന്ത്രിസഭ, BJP മന്ത്രിസഭ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം 6 മാസങ്ങൾക്ക് മുൻപ് രാജിവെക്കുകയും തുടർന്ന് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ ആ സംസ്ഥാനത്തില്ല എന്ന് പറയുന്നത് തന്നെ അത് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ ആ പ്രതിസന്ധി പരിഹരിച്ചിട്ട് അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ നമ്മുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാത്തത് ബോധപൂർവമായിട്ടുള്ള ഒരു അവഗണനയാണ് എന്ന് പറഞ്ഞാലും അതിൽ അതിശയിക്കേണ്ടതില്ല. അത് ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന് മാറി നിൽക്കാനും പാടില്ല എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ഭരണഘടനാ മൂല്യത്തിന്റെ സംരക്ഷണം കൂടിയാണ്.
അപ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ സംവിധാനം, അതുപോലെ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ സർക്കാർ, ഇതൊക്കെ മണിപ്പൂരിൽ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സർക്കാരിനും ഭൂഷണമല്ല. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ ആത്മാർത്ഥമായ ശ്രമം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ മിസോറാം സന്ദർശനത്തോട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ കൂടി മണിപ്പൂര് സന്ദർശിക്കുകയും അവിടുത്തെ വംശീയ കലാപം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നടപടികളും സ്വീകരിക്കേണ്ടത് അതിന്റെ സമയം വൈകിയിരിക്കുന്നു. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ 13-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ച് അവിടെ 2 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന വംശീയ കലാപം അവസാനിപ്പിക്കാൻ സൃഷ്ടിപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ജനങ്ങളുടെ സങ്കടവും ദുഃഖവും അവസാനിപ്പിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന 10,000-കണക്കിന് പാവപ്പെട്ട ആളുകളെ അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങാനുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ ആ പ്രദേശത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കലാപം അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മിസോറാം സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് 13-ാം തീയതി മണിപ്പൂർ സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ഉത്കണ്ഠ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ടതായ പ്രശ്നങ്ങളിലൊക്കെയുള്ള നിസ്സംഗത വല്ലാതെ എല്ലാവരെയും വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ചുമതലയായി കണക്കിലെടുത്ത് അവിടുത്തെ വംശീയ കലാപം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. മാധ്യമങ്ങളും പൊതുസമൂഹവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത് ആഗ്രഹിക്കുന്നു. മണിപ്പൂർ പോലെയുള്ള ഒരു സംസ്ഥാനം ഒറ്റപ്പെട്ടു നിൽക്കാൻ പാടില്ല. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു. കുട്ടികളും സ്ത്രീകളും ഒക്കെ പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാൻ സാധിക്കുന്നില്ല. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാര്യമായി പ്രവർത്തിക്കുന്നില്ല. അവിടുത്തെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. ആകെ കൂടെ ഒരു യുദ്ധകാല അനുഭവത്തിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അടിയന്തരമായി അറുതി വരുത്തിയെങ്കിലേ പറ്റുകയുള്ളൂ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്രാവശ്യമെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സക്രിയമായി ഇടപെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകട്ടെ. മണിപ്പൂർ ഇന്ത്യയിലെ ഒരു വിലപ്പെട്ട സംസ്ഥാനമാണ്. അവിടുത്തെ ജനങ്ങൾ വിലപ്പെട്ടവരാണ്. അവിടെ സമാധാനം അനിവാര്യമാണ്. ഒരു തരത്തിൽ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലാക്കേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാം പരിഗണിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടുത്തെ സന്ദർശനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇന്ത്യയിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും.